സോ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ കണ്ട ഒരു ടോപ്പിക് ആയിരുന്നു കോമ്പാക്ട് സ്പേസ്. നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ലോക്കലി കോമ്പാക്ട് സ്പേസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ലോക്കലി കോമ്പാക്ട് സ്പേസ് എന്ന് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് കോമ്പാക്ട് സ്പേസ് എന്താണെന്ന് അറിയണം. സോ നമുക്കൊന്ന് റീകോൾ ചെയ്യാം. വാട്ട് ഈസ് എ കോമ്പാക്ട് സ്പേസ്? ഒരു കോമ്പാക്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എപ്പോഴാണ് കോമ്പാക്ട് സ്പേസ് ആവുന്നത്? എന്തായിരുന്നു ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ടോപ്പോളജിയുടെ ബേസിക് ഡെഫിനിഷൻ ആണ്. ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് വേണം, എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് വേണം. അതിൻ്റെ അകത്തൊരു ടോപ്പോളജി പറയാൻ പറ്റണം, ടോ, such that it satisfies some condition. ഈ ടോ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്ച്വലി ഇറ്റ് ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് എക്സ്. അതായത് നമുക്ക് ടോ എന്ന് പറയുന്ന കുറച്ച് സെറ്റുകളുടെ കളക്ഷൻ ആണ്. ആ ടോ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയായിരുന്നു ആ കണ്ടീഷൻസ്? അതായത് ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത് ദ ഹോൾ സ്പേസും എം ടി സെറ്റും ടോയിലെ എലമെന്റ്സ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ കളക്ഷന്റെ അകത്ത് ഹോൾ സ്പേസ് ആയിട്ടുള്ള എക്സും വേണം, എം ടി സെറ്റും അതിന്റെ എലമെന്റ്സ് ആയിരിക്കണം. അതുപോലെ ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ. അതായത് രണ്ട് ഓപ്പൺ സെറ്റ് നമ്മൾ ടോയിൽ നിന്ന് എടുത്താൽ അതിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്ന സെറ്റും ടോയിന്റെ അകത്ത് വരണം. എന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മളിപ്പോ സപ്പോസ് നമുക്ക് രണ്ട് ഓപ്പൺ സെറ്റ് ഇതിലുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷനും അതിന്റെ അകത്ത് തന്നെ വരണം. ഓക്കെ, സോ നമ്മൾ ഇതാണ് എക്സ് എങ്കിൽ അതിന്റെ രണ്ട് ഓപ്പൺ സെറ്റുകളാണ് ഇതെങ്കിൽ യുവും വിയും ആണ് അതിന്റെ ഓപ്പൺ സെറ്റുകളെങ്കിൽ ഇതിന്റെ ഇന്റർസെക്ഷൻ പാർട്ടായിട്ട് വരുന്ന ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ദിസ് ഇസ് അവർ യു ഇന്റർസെക്ഷൻ വി, അതും ഈ ടോയിലെ എലമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ യു ഇന്റർസെക്ഷൻ വി ഓപ്പണിംഗ് എക്സ് ആയിരിക്കണം എന്ന് പറയണം. ആൻഡ് ദ തേർഡ് കണ്ടീഷൻ, അപ്പൊ ബേസിക്കലി നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ പറയുമ്പോൾ യുവും വിയും ടോയിൽ ഉണ്ടെങ്കിൽ യു ഇന്റർസെക്ഷൻ വി ടോയിൽ ഉണ്ടെന്ന് കിട്ടും. ഇനി വേറൊരു എലമെന്റും കൂടി ഉണ്ടെന്ന് എടുക്കാം, ഡബ്ല്യു. സപ്പോസ് ഡബ്ല്യു എന്ന് പറയുന്ന അതർ ഓപ്പൺ സെറ്റും ടോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ഈ കണ്ടീഷൻ വീണ്ടും അപ്ലൈ ചെയ്യാം. അതായത് എന്താ, യു ഇന്റർസെക്ഷൻ വി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ട്, ഡബ്ല്യു എന്ന് പറയുന്ന വേറൊരു ഓപ്പൺ സെറ്റ് ഉണ്ട്. സപ്പോസ് അത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സപ്പോസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഈ സെറ്റ് ആണെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ വീണ്ടും അതിന്റെ അകത്ത് വരും. എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ, ഈ യു ഇന്റർസെക്ഷൻ വിന്റെ അതുപോലെ ഡബ്ല്യുവിന്റെ ഒരു പോർഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പോർഷൻ കാണിക്കാം, അതും വീണ്ടും അതിന്റെ അകത്ത് വരും. ഇത് നമുക്ക് ഫൈനറ്റ്ലി മെനി കേസസിന് അപ്ലൈ ചെയ്യാം. അതായത് ഇതിന് വീണ്ടും നമുക്ക് സെയിം റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സപ്പോസ് U1, U2 എക്സെട്ര UN എന്ന് പറയുന്ന ഫൈനൈറ്റ് സെറ്റുകൾ ടോയിന്റെ അകത്തുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഇന്റർസെക്ഷൻ, ദാറ്റ് മീൻസ് U1 ഇന്റർസെക്ഷൻ U2 ഇന്റർസെക്ഷൻ എക്സെട്ര ഇന്റർസെക്ഷൻ UN എന്ന് പറയുന്ന എലമെന്റും ടോയിന്റെ അകത്ത് വരും. എന്ന് വെച്ചാൽ ദിസ് ഇസ് ആക്ച്വലി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ. അതായിരുന്നു സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ വരുന്നത്, സപ്പോസ് നമുക്ക് കുറച്ച് കളക്ഷൻ ഓഫ് സെറ്റ്സ്, അതായത് അത് ഫൈനൈറ്റ് ആവണമെന്നില്ല, ഒരു ഇൻഫൈനൈറ്റ്ലി മെനി ഓപ്പൺ സെറ്റുകൾ ഇതിന്റെ അകത്തുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആർബിട്രറി യൂണിയനും ടോയിന്റെ അകത്ത് വരും. ഓക്കെ, അതായത് ഏത് ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റുകൾ ടോയിൽ നിന്ന് എടുത്താലും അതിന്റെ യൂണിയൻ എഗെയിൻ എലമെന്റ് ഓഫ് ടോ ആയിരിക്കും. ഒന്നും കൂടി നമ്മൾ ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ, സപ്പോസ് യുവും വിയും ഇവിടെ ഉണ്ടെങ്കിൽ യു ഇന്റർസെക്ഷൻ വി അവിടെ വരും എന്ന് പറഞ്ഞു. അതുപോലെ തേർഡ് കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിന്റെ യൂണിയൻസും അവിടെ വേണം. അതായത് യു യൂണിയൻ വി ടോയിന്റെ അകത്ത് വരണം. അതുപോലെ സപ്പോസ് നമ്മൾ U1, U2 എക്സെട്ര UN ടോയിലെ എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ ഫൈനൈറ്റ് യൂണിയൻ, ദാറ്റ് മീൻസ് U1 യൂണിയൻ U2 യൂണിയൻ എക്സെട്ര യൂണിയൻ UN ബിലോങ്സ് ടു ടോ ആയിരിക്കും എന്ന് പറയാം. അതുപോലെ ഇത് ഫൈനൈറ്റ്ലി മെനി എലമെന്റ്സിന് മാത്രമല്ല, ഇൻഫൈനൈറ്റ്ലി മെനി എലമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആർബിട്രറി മെനി എലമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും യൂണിയൻ UI മസ്റ്റ് ബി ആൻ എലമെന്റ് ഓഫ് ടോ. ഇതായിരുന്നു ഒരു ടോപ്പോളജിക്കൽ സ്പേസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, സോ എ ടോപ്പോളജിക്കൽ സ്പേസ് കൺസിസ്റ്റ് ഓഫ് എ നോൺ എംപ്റ്റി സെറ്റ് എക്സ് ആൻഡ് എക്സ് വിത്ത് എ ടോപ്പോളജി ടോ ഇൻ വിച്ച് ടോ സാറ്റിസ്ഫൈസ് സം കണ്ടീഷൻ. എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? ഈ മൂന്ന് കണ്ടീഷൻസ്, എക്സും ഹോൾ സെറ്റും അതുപോലെ എംപ്റ്റി സെറ്റും നമ്മുടെ ടോയിന്റെ അകത്ത് വരണം. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ. ദ തേർഡ് വൺ ഈസ് ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ടോ ടുഗദർ വിത്ത് സെറ്റിനെയാണ് നമ്മൾ
ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് പറയണമെങ്കിൽ നമുക്കൊരു സെറ്റും വേണം, ഒരു ടോപ്പോളജിയും വേണം എന്നുള്ളത് കണ്ടു. ഓക്കെ, ജസ്റ്റ് ഒരു റീകോൾ ആണ്. ക്ലിയർ ആണോ? ഇത് ടോപ്പോളജിക്കൽ സ്പേസ് ഓർക്കുന്നുണ്ടല്ലോ? ഓർക്കുന്നുണ്ടോ? മറ്റുള്ളവർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, സോ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എന്താന്ന് കണ്ടു. ഇനി നമുക്ക് വേണ്ടത് എപ്പോഴാണ് ഈ ടോപ്പോളജിക്കൽ സ്പേസ് കോമ്പാക്ട് ആവുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സെറ്റ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു ടോപ്പോളജി ഉണ്ട്. ഓക്കെ, അതായത് ഇതാണ് ഹോൾ സെറ്റ്, അതിന്റെ അകത്ത് കുറെ ഓപ്പൺ സെറ്റുകൾ ഉണ്ടാവുമ്പോഴാണ് അത് ടോയിലെ എലമെന്റ്സ് ആയിട്ട് മാറുന്നത്. ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് എക്സുകളാണ്. ഇനി ഈ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് കോമ്പാക്ട് ആവണമെങ്കിൽ ഇതിന്റെ ഏത് ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ വേണം. ദാറ്റ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് എ കോമ്പാക്ട് ടോപ്പോളജിക്കൽ സ്പേസ്. ഒന്നുകൂടി പറയാം, എ ടോപ്പോളജിക്കൽ സ്പേസ് ഈസ് കോമ്പാക്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. അപ്പൊ എന്താണ്, ഈ എക്സിനൊരു ഓപ്പൺ കവർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ ഓപ്പൺ കവർ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ഈ എക്സിന് നമ്മൾ പറഞ്ഞു അതിന്റെ സബ്സെറ്റുകളാണ് ഈ ടോയിന്റെ അകത്ത് വരുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു എക്സിന് സപ്പോസ് ഇതിന് കുറെ ഇങ്ങനെ ഓപ്പൺ സെറ്റുകളായിട്ട് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ നമ്മൾ ഇതിന്റെ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പൊ ഇതിന് എക്സിന് ഇങ്ങനെ ഒരു ഓപ്പൺ കവർ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഈ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്റെ ഓപ്പൺ കവർ എങ്കിൽ ജസ്റ്റ് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ദിസ് ഇസ് U1, U2, U3, U4 എക്സെട്ര കുറച്ച് കളക്ഷൻ. ഇങ്ങനെ കുറെ ഓപ്പൺ സെറ്റുകൾ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. ഓക്കെ, അതായത് ഈ കേസിൽ എനിക്ക് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് is equal to യൂണിയൻ UI where I varies from 1 to infinity. ഓക്കെ, ഇങ്ങനെ എനിക്ക് എക്സിന് കവർ ചെയ്യുന്ന രീതിയിൽ കുറെ ഓപ്പൺ സെറ്റുകൾ ഉണ്ടെങ്കിൽ ദിസ് കളക്ഷൻ UI is called ഓപ്പൺ കവർ ഓഫ് എക്സ്. അപ്പൊ ഇതാണ് എക്സിന്റെ ഓപ്പൺ കവർ. സോ വാട്ട് ഈസ് ഓപ്പൺ കവർ എന്ന് വെച്ചാൽ എന്ത് പറയാം? ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ UI. അതായത് കുറെ ഓപ്പൺ സെറ്റുകളുടെ കളക്ഷൻ ആണ്. ആ ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ സെറ്റ് എക്സ് കിട്ടും. Then in that case this collection UI is called open cover of X. Okay, അങ്ങനെയുള്ള ഏത് ഓപ്പൺ കവർ എടുത്താലും, അതായത് ഇതിപ്പോ ഒരു ടൈപ്പ് ഓഫ് ഓപ്പൺ കവർ ആണ്, ഇതല്ലാതെയും എനിക്ക് ഓപ്പൺ കവർ എടുക്കാം. സപ്പോസ് എനിക്ക് വേറെ തരത്തിലും വേണമെങ്കിൽ ഓപ്പൺ സെറ്റുകൾ എക്സിസ്റ്റ് ചെയ്യാം, ഈ തരത്തിലും ഓപ്പൺ സെറ്റുകൾ എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതില് ഞാൻ ആ ഒരു ഗ്രീൻ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതിന് V1, V2 എക്സെട്ര ഇങ്ങനെയാണെങ്കിൽ അഗെയിൻ എനിക്ക് അനദർ ഓപ്പൺ കവർ ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് യൂണിയൻ VI where I varies from 1 to infinity. If X is equal to union VI, then we can call this collection VI as another open cover for X. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഏത് ഓപ്പൺ കവർ ഓഫ് എക്സ് എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെങ്കിൽ ആ സെറ്റിന് അല്ലെങ്കിൽ ആ ടോപ്പോളജിക്കൽ സ്പേസിന് നമുക്ക് കോമ്പാക്ട് ആണെന്ന് പറയാം. അതായത് ഈ കളക്ഷന് ഒരു ഫൈനൈറ്റ് സബ് കവർ വേണം എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് U1, U2 എക്സെട്ര ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്, അല്ലെ? U1, U2 എക്സെട്ര ഇങ്ങനെ പോകുന്നുണ്ട്. ഇതില് ഫൈനൈറ്റ് എണ്ണം വെച്ചിട്ട് നമുക്ക് എക്സിനെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ്, ആ കേസിൽ അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോ നമ്മളിപ്പം മാർക്ക് ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് U1, U2 ഇങ്ങനെ ഇതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് എക്സിനെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കോമ്പാക്ട് സ്പേസ്. അങ്ങനെ ഏത് കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻ ദാറ്റ് കേസ് എക്സ് ഈസ് കോൾഡ് കോമ്പാക്ട് സ്പേസ്. ഓക്കെ, അപ്പൊ UI ഇപ്പം ഞാൻ എടുത്ത ഒരു ടൈപ്പ് ഓഫ് കവർ ആണ് കളക്ഷൻ UI, അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവണം. അനദർ ടൈപ്പ് ഓഫ് ഓപ്പൺ കവർ ആണ് കളക്ഷൻ VI, അതിനൊരു ഓപ്പൺ സബ് കവർ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ഏത് കളക്ഷൻ ഓഫ് ഓപ്പൺ കവേഴ്സ് എടുത്താലും അതിനൊരു ഫൈനൈറ്റ് കളക്ഷൻ എക്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് വി ക്യാൻ കോൾ ദിസ് എക്സ് ആസ് എ കോമ്പാക്ട് സ്പേസ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം ഞാൻ.
ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഈ എക്സാമ്പിളും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, ഇത്രേ പറയുന്നുള്ളൂ. ഒരു ടോപ്പോളജിക്കൽ സ്പേസ് കോമ്പാക്ട് ആവണമെങ്കിൽ അതിന്റെ ഏത് ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ വേണം. അപ്പോ ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എനി ഫൈനൈറ്റ് സ്പേസ് ഈസ് കോമ്പാക്ട്. എന്താണ് ഈ ഫൈനൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്? ആ സെറ്റിന്റെ അകത്ത് എത്ര എലമെന്റ്സേ കാണുള്ളൂ. അതായത് നമുക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. സോ ആ ടോപ്പോളജിക്കൽ സ്പേസ് എക്സിന്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെന്ന് വിചാരിക്കാം. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? സപ്പോസ് x1, x2, x3 എക്സെട്ര xn ഇത്രയും എലമെന്റ്സ് ആണ് നമുക്ക് എക്സിലുള്ളതെന്ന് വിചാരിക്കാം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദിസ് സ്പേസ് ഷുഡ് ബി കോമ്പാക്ട്. അപ്പൊ ഇത് കോമ്പാക്ട് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മൾ പറഞ്ഞത് എക്സിന്റെ ഏത് ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ കാണാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് സ്പേസ് ആസ് കോമ്പാക്ട് സ്പേസ്. അപ്പൊ ഈ കേസിൽ ഇത് കോമ്പാക്ട് ആവണമെങ്കിൽ ഈ സെറ്റിന് അല്ലെങ്കിൽ ഈ ഒരു സ്പേസിന്റെ ഏത് ഓപ്പൺ കവർ എടുത്താലും ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ വേണമെന്ന് പറയണം. അപ്പൊ ഞാനൊരു ആർബിട്രറി ഓപ്പൺ കവർ എടുക്കുകയാണ്. ഓക്കെ, എക്സിന് ഒരു ആർബിട്രറി ഓപ്പൺ കവർ ആയിട്ട് യു ആൽഫ എന്ന് പറയുന്ന കളക്ഷൻ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് എന്താണ്? നമുക്ക് ഇങ്ങനെ ഇതിന് ഈ എക്സിന് ഹോൾ എക്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ കവർ ആണ് ഇതെന്ന് വിചാരിക്കാം. ഇങ്ങനെയൊക്കെ വരാട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സിനെ കവർ ചെയ്യാം. എന്ന് വെച്ചാൽ ആ കവറിലെ എലമെന്റ്സിന്റെ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ സെറ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. U alpha is a cover for X if X can be written as union U alpha where alpha belongs to I. Okay. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർബിട്രറി ഓപ്പൺ കവറിന് ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യോ? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനിപ്പം ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ ഇത് U1 അല്ലെങ്കിൽ U alpha 1 എന്ന് വിളിക്കുന്നുണ്ട്. ഫസ്റ്റ് കവറിന്, ഫസ്റ്റ് സെറ്റിന്, ആ കവറിലെ ഫസ്റ്റ് സെറ്റിന്, ഫസ്റ്റ് എലമെന്റിനെ U alpha 1 എന്ന് വിളിക്കുകയാണ്. ഈ സെക്കൻഡ് എലമെന്റിന് U alpha 2 എന്ന് വിളിക്കുകയാണ്. ഇതിന് U alpha 3, U alpha 4 അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് n എലമെന്റ്സേ ഉള്ളൂ എക്സില്. ഓക്കെ, അപ്പൊ ഞാൻ ഈ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം ആ ഒരു കവറിലെ എലമെന്റ്സ് ആണ്. പക്ഷെ ഞാൻ x1 വരുന്ന ആ ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടല്ലോ, അതിന് ഞാൻ U alpha 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ x2 വരുന്ന ഒരു ഓപ്പൺ കവർ ആണല്ലോ ഇത്, അതിന് ഞാൻ U alpha സംതിങ് U alpha 7 എന്ന് കൊടുക്കുന്നുണ്ട്. ഈ x3 വരുന്നതിന് U alpha 8 എന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ xn ലാസ്റ്റ് വേറൊരു നമ്പർ കൊടുക്കുകയാണ് U alpha 50 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതില് ശരിക്കും ഈ എക്സിലെ എലമെന്റ്സിനെ കവർ ചെയ്യുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതായത് x1 കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ആ ഒരു ഇത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, ആ ഇൻഡിസസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഈ ഹോൾ ഓപ്പൺ കവറിനെ ജസ്റ്റ് ഒന്നും കൂടി വരച്ചിട്ട് പറയാം. നമ്മുടെ കയ്യിലുള്ളത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അതിൻ്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ, x1, x2 എക്സെട്ര xn. അപ്പൊ ഇതിന്റെ ഓപ്പൺ കവർ ആയിട്ട് നമ്മൾ എടുത്ത ഒരു റെപ്രസെന്റേഷൻ ആണ് ഇങ്ങനെ. ഓക്കെ, ഇതില് ഇവിടെ കുറെ എലമെന്റ്സ് ഉണ്ട്. U1, U2 ഇങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ട്. അതിന്റെ അകത്ത് തന്നെ x1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സെറ്റ് ഉണ്ട്. അതിന് മാത്രം ഞാൻ U alpha 1 എന്ന് വിളിക്കുകയാണ്. x2 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കവറിനെ U alpha 2 എന്ന് വിളിക്കുകയാണ്. x3 U alpha 3. ഈ xn ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കവറിനെ അല്ലെങ്കിൽ ആ സെറ്റിനെ U alpha n എന്ന് വിളിക്കുകയാണ്. അപ്പൊ ശരിക്കും എനിക്ക് x എന്ന് പറയുന്നത് കളക്ഷൻ x1, x2 എക്സെട്ര xn ആണല്ലോ. അതിനെയാണ് ഞാൻ യൂണിയൻ U alpha where alpha belongs to I. ഈ I എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് സെറ്റ് ആണ്. അതായത് ഇത്രയും ഈ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും കവേഴ്സ് ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഡെക്സ് സെറ്റ് ആണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം U1 യൂണിയൻ U2 യൂണിയൻ എക്സെട്ര. ഈ കളക്ഷന്റെ അകത്ത് ഈ x1 മാർക്ക് ചെയ്തിരിക്കുന്ന U alpha 1 എന്ന് പറയുന്ന
സെറ്റ് ഉണ്ട്, യു ആൽഫ ടു എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, എക്സെട്ര. ഇങ്ങനെ പോകുന്ന യൂണിയൻ ആണ് എക്സ്. പക്ഷെ നമുക്ക് എക്സിലെ എലമെന്റ്സിനെ കവർ ചെയ്യാൻ ഏത് മാത്രം മതി? ഈ U1 U2 ഇങ്ങനെയുള്ള എലമെന്റ്സ്, എക്സസ് ആയിട്ടുള്ള എലമെന്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് യു ആൽഫ 1 x1 കണ്ടെയ്ൻ ചെയ്യുന്ന യു ആൽഫ 1 യൂണിയൻ x2 കണ്ടെയ്ൻ ചെയ്യുന്ന യു ആൽഫ 2 യൂണിയൻ എക്സെട്ര xn കണ്ടെയ്ൻ ചെയ്യുന്ന യു ആൽഫ n. അതായത് എക്സിന് എനിക്ക് യു ആൽഫ 1 യൂണിയൻ യു ആൽഫ 2 യൂണിയൻ എക്സെട്ര യൂണിയൻ യു ആൽഫ 1 യു ആൽഫ n എന്ന് എഴുതി കഴിഞ്ഞാൽ x is the finite union of these elements. ഓക്കെ, അതായത് n സബ്സെറ്റിന്റെ യൂണിയൻ ആണ് ഇപ്പം എക്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും ഈ ഓപ്പൺ കവറിന്റെ അകത്ത് ഒരു ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സച്ച് ദാറ്റ് എക്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അതായത് നമ്മുടെ കളക്ഷന്റെ അകത്ത് യു ആൽഫ 1 യു ആൽഫ 2 എക്സെട്ര യു ആൽഫ n എന്ന് പറയുന്ന ഒരു സബ് കവർ ഫോർ ദ കളക്ഷൻ യു ആൽഫ. ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിനൊരു സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി, ഒരു ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഹെൻസ് ദിസ് സ്പേസ് ഈസ് കോമ്പാക്ട്. ഓക്കെ, അപ്പൊ ഏതൊരു ഫൈനൈറ്റ് സ്പേസ് എടുത്താലും അത് കോമ്പാക്ട് ആണെന്ന് പറയാം. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ആ സെറ്റിനെ കവർ ചെയ്യുന്ന ഏത് കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ വരണം. എന്ന് വെച്ചാൽ എക്സിനെ നമ്മൾ കവർ എടുക്കുക എന്ന് പറയുമ്പോൾ യൂണിയൻ യു ആൽഫ ഫോമിലുള്ള എലമെന്റ്സ് ആയിരിക്കും അതിനെ കവർ ചെയ്ത് കിടക്കുന്നത്. അതില് നമുക്ക് ഈ ഒരു കളക്ഷന്റെ അകത്തുനിന്ന്, ഈ യു ആൽഫാസിന്റെ അകത്തുനിന്ന് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ എക്സിനെ ഫുള്ളി കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ, അങ്ങനെ ഒരു കവർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് എക്സ് ഈസ് കോൾഡ് കോമ്പാക്ട്. ഓക്കെ, ഇനി ഇത് ശരിക്കും ഒരു കോമ്പാക്ട് സ്പേസിന്റെ എക്സാമ്പിൾ ആണ്. കോമ്പാക്ട് സ്പേസ് അല്ലാത്തതിന്റെ ഒരു എക്സാമ്പിളും കൂടി പറയാം. R is not compact. The set of all real numbers is not compact. കാരണം എന്താ നോക്കാം. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ലൈനാണ്. 0 മിഡിൽ ഉണ്ടാവും, ഇങ്ങോട്ട് പോകുമ്പോൾ അത് മൈനസ് ഇൻഫിനിറ്റി, ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റി, 1 2 ആൻഡ് ലെഫ്റ്റിലോട്ട് -1 -2 ഈ തരത്തിൽ. ഓക്കെ, അപ്പോൾ ഈ 6 സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ദർ ആർ അൺകൗണ്ടബിളി മെനി എലമെന്റ്സ് അല്ലെ. 0 1 ഇതിന്റെ ഇടക്ക് 1/2, അതിന്റെ ഇടക്ക് 1/4, അങ്ങനെ ഇതിന്റെ ഇടക്ക് ഉള്ള എല്ലാ എലമെന്റ്സും ഈ ഒരു സ്ട്രേറ്റ് ലൈനിന്റെ അകത്തുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കോമ്പാക്ട് സ്പേസ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് പറയേണ്ടത് R കോമ്പാക്ട് ആവണമെങ്കിൽ ഇതിന്റെ ഏത് കവർ എടുത്താലും, ഏത് ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ കാണാൻ പറ്റണം. അപ്പൊ ഞാൻ ക്ലെയിം ചെയ്യുന്നത് ഇതിനൊരു കവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിനൊരു ഓപ്പൺ കവർ ഉണ്ട്, പക്ഷെ അതിന് ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ദി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് നോട്ട് കോമ്പാക്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഐഡന്റിഫൈ ചെയ്യാണ് ഇതിനൊരു ഓപ്പൺ കവർ ഉണ്ട്, പക്ഷെ അതിന് ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അതായത് നമ്മളിപ്പം R എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന്റെ ഒരു ഓപ്പൺ കവർ ആണ് -n where n belongs to n എന്ന് പറയുന്ന കളക്ഷൻ. അതായത് ഈ കളക്ഷന്റെ അകത്ത് എങ്ങനെയാണ് എലമെന്റ്സ് വരുന്നത്? ആ കളക്ഷന്റെ അകത്ത് n 1 ആവുമ്പോൾ -1 1 എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവൽ, n 2 ആവുമ്പോൾ -2 2 എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവൽ, ഇത് n 3 ആണെങ്കിൽ -3 3 ആൻഡ് എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു കളക്ഷൻ ആണ് ആക്ച്വലി ഈ ഒരു ഓപ്പൺ കവറിന്റെ അകത്ത് വരുന്നത്. ഇനി അത് ആറിന്റെ ഓപ്പൺ കവർ ആവാനുള്ള കാരണം എന്താ? അതായത് നമ്മൾ ഈ സ്ട്രേറ്റ് ലൈനിനെ കവർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്ന കവറിലെ എലമെന്റ് എന്ന് പറയുന്നത് -1 1 എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഇതാണ് -1 1. നെക്സ്റ്റ് വരുമ്പം -2 2, സോ -2 2. നെക്സ്റ്റ് വരുമ്പം -3 3, അത് നമുക്ക് ഇവിടെ കൊടുക്കാം, -3 3. ഇങ്ങനെ നമ്മൾ ഈ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ n നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ഇതിന് ഈ സ്ട്രേറ്റ് ലൈനെ മൊത്തം ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദിസ് R can be written as union of -n n where n belongs to n. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതില് ഇങ്ങനെ ഞാൻ കവേഴ്സ് എടുത്തിട്ട് ഇതില് ഏതെങ്കിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ
അത് ആറ് കംപ്ലീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ദീസ് എന്ന് എഴുതാൻ പറ്റുമോ? അത് പോസിബിൾ ആണോ? അതായത് എനിക്ക് ശരിക്കും ഇതിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് -1 1 യൂണിയൻ, -2 2 യൂണിയൻ എക്സെട്ര ഇങ്ങനെ പോവാണ്. പക്ഷെ ഇതിനെ എനിക്ക് എപ്പോഴെങ്കിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം? അതായത് -1 1 സപ്പോസ് -1 1 യൂണിയൻ, -2 2 യൂണിയൻ എക്സെട്ര -n n ഇതിൽ ഞാൻ അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്ട്രേറ്റ് ലൈനിന്റെ ഈ ഓപ്പൺ കവേഴ്സിൽ എത്ര വരെ എത്തുള്ളൂ? സപ്പോസ് 1 2 3 എക്സെട്ര n വരെയായി. ഇതിന്റെ അപ്പുറത്ത് n+1 ഉണ്ട്. അപ്പൊ ഞാൻ ശരിക്കും ഈ ഒരു കവറിൽ എന്റെ കവർ കിടക്കുന്നത് ഇങ്ങനെയാണ്: -1 1 -2 2 -3 3 ഇങ്ങനെ പോയിട്ട് ഇത് -n, സോ -n n, പിന്നെ -n+1 -n+1, n+1 ഇങ്ങനെ ഈ കവർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുകയാണ്. അതിൽ ഞാൻ ഈ ഇങ്ങനെ ഒരു ഫൈനൈറ്റ് സബ് കവർ കാണാൻ ശ്രമിച്ചാൽ അത് എവിടെ സ്റ്റോപ്പ് ആവും? ഇത്രയും ഇതിൽ സ്റ്റോപ്പ് ആവും. അതെ, ഇത്രയും സ്റ്റോപ്പായി കിടക്കും. ബാക്കി ആറിന്റെ പോർഷൻ കവർ ചെയ്യാൻ പറ്റാതാവും. ഈ പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റാതാവും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് മീൻസ് വി കനോട്ട് ഫൈൻഡ് എ ഫൈനൈറ്റ് സബ് കവർ ഫ്രം ദിസ് കളക്ഷൻ. ദാറ്റ് മീൻസ് ദിസ് ആർ ഈസ് നോട്ട് കോമ്പാക്ട്. ഓക്കെ, അപ്പൊ ആറ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്തുകൊണ്ട് കോമ്പാക്ട് ആയില്ല? അതിന് ഒരു ഓപ്പൺ കവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഓപ്പൺ കവറിന് നമുക്ക് ഒരിക്കലും ഒരു ഫൈനൈറ്റ് സബ് കവർ കാണാൻ പറ്റില്ല. അപ്പൊ ഡെഫിനിഷൻ എത്രയേ ഉള്ളൂ: ഏത് ഓപ്പൺ കവർ ഓഫ് എക്സ് എടുത്താലും അതിന് എന്ത് വേണം? ഒരു ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ that space is called compact. So in the final conclusion, the finite space, ഏത് ഫൈനൈറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് എടുത്താലും അത് കോമ്പാക്റ്റ് ആണ്. പക്ഷെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് നോട്ട് കോമ്പാക്റ്റ്. ക്ലിയർ ആണോ? അതെ. അപ്പൊ ഇൻഫൈനൈറ്റ് ആയിട്ട് റിയൽ നമ്പർ ഇൻഫൈനൈറ്റ് ആയതുകൊണ്ടാണ് ഇത് കോമ്പാക്റ്റ് അല്ലാത്തത് അല്ലേ? അതെ അതെ. എന്ന് വെച്ച് നമുക്കിപ്പം എല്ലാ ഇൻഫൈനൈറ്റ് സെറ്റും എന്താണെന്ന് പറയാൻ പറ്റില്ല, കോമ്പാക്റ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കോമ്പാക്റ്റ് അല്ല എന്ന് കിട്ടി. അതുപോലെ എന്ന് വെച്ച് എല്ലാ ഇൻഫൈനൈറ്റ് സെറ്റും കോമ്പാക്റ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. നാച്ചുറൽ നമ്പേഴ്സോ? നാച്ചുറൽ നമ്പേഴ്സിന് നമുക്ക് ഓപ്പൺ കവർ എടുക്കാം. അതായത് നാച്ചുറൽ നമ്പേഴ്സ് ഏത് ടോപ്പോളജിയിലാണെന്നുള്ളതും കൂടി പറയണം. അതായത് ഇപ്പൊ നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ അതിന്റെ ഓപ്പൺ കവർ എടുക്കാൻ കാരണം എന്താ? ഓപ്പൺ കവർ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇന്റർവെൽസ് ഓഫ് -n എടുക്കാൻ കാരണം ഇത് യൂഷ്വൽ ടോപ്പോളജി ആയതുകൊണ്ടാണ്. നാച്ചുറൽ നമ്പേഴ്സിൽ അങ്ങനെ നമ്മളൊരു ടോപ്പോളജി പറഞ്ഞിട്ട് വേണം അതിന്റെ കവർ എടുത്തിട്ട് അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടോ നോക്കാൻ. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇത് സെറ്റ് ഇൻഫൈനൈറ്റ് ആണെന്ന് വെച്ച് അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവണം എന്നില്ല എന്നുള്ളത്. അതായത് സെറ്റ് ഇൻഫൈനൈറ്റ് ആണെങ്കിലും അത് കോമ്പാക്റ്റ് ആവാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പോളജിയാണ് കോഫൈനൈറ്റ് ടോപ്പോളജി അല്ലെ? എന്തായിരുന്നു കോഫൈനൈറ്റ് ടോപ്പോളജി? നമുക്കൊരു സെറ്റ് വേണം, ഒരു ടോപ്പോളജി വേണം. കോഫൈനൈറ്റ് ടോപ്പോളജിയിലെ ടോപ്പോളജി എന്തായിരുന്നു? ഈ കോഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിൽ ഉണ്ടത് എന്താ? കോംപ്ലിമെന്റ് ഓഫ് ഫൈനൈറ്റ്. അപ്പൊ എന്താ അത്? ഇൻഫൈനൈറ്റ് ആണോ? അതെ, അതായത് ഇതിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതിലെ സെറ്റുകളുടെ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആവും. കോംപ്ലിമെന്റ് ഫൈനൈറ്റ്, കോഫൈനൈറ്റ്. ഈ സെറ്റിലെ ടോയിലുള്ള എലമെന്റ്സിന്റെ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആവുന്ന സെറ്റുകളാണ് ടോയിന്റെ അകത്ത് വരിക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം എക്സ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ടോയിന്റെ അകത്ത് എന്തൊക്കെ വരും? നമുക്ക് എക്സ് മൈനസ് യു ടോയിന്റെ അകത്ത് വരണമെങ്കിൽ, ഒരു ഓപ്പൺ സെറ്റ് ടോയിന്റെ അകത്ത് വരണമെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആവണം. എന്ന് വെച്ചാൽ ഇവിടെ ആറിന്റെ ഏത് സബ്സെറ്റ് എടുക്കുമ്പോഴാണ് അതിന്റെ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആവുന്നത്? ആറിന്റെ ഏത് സബ്സെറ്റ് എടുത്താലാണ് അതിന്റെ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആവുന്നത്? അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ടോയിന്റെ അകത്ത് വരിക.
ഏത് സബ്സെറ്റ് ഓഫ് ആർ എടുത്താലാണ് അതിന്റെ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആവുക? നമുക്ക് ടോപ്പോളജി ആവണല്ലോ. ടോപ്പോളജി ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താ? നൾ സെറ്റ് ഉണ്ടായിരിക്കണം. നൾ സെറ്റും ആറും അതിന്റെ അകത്ത് വരണം അല്ലെ? അപ്പൊ ഈ കോഫൈനൈറ്റ് ടോപ്പോളജിയിൽ ഒരു കാര്യം കൂടി പറയണം. ഈ എക്സ് മൈനസ് യു ഫൈനൈറ്റും ആവണം, അതിന്റെ കൂടെ എം ടി സെറ്റും വേണമെന്ന് പറയണം. കാരണം എം ടി സെറ്റ് നമുക്ക് അല്ലാതെ കിട്ടൂല. ഈ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റുകൾ മാത്രം എടുത്താൽ അതിൽ എം ടി സെറ്റ് ഉണ്ടാവില്ല. അതിന്റെ റീസൺ ഞാൻ പറയാം. ഇപ്പം ടോയിന്റെ അകത്ത് എം ടി സെറ്റും എക്സും ഉണ്ടാവണല്ലോ. നമ്മൾ സപ്പോസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ എക്സ് അതിന്റെ അകത്ത് വേണമെന്ന് പറയുമ്പോൾ 6 ടോയിന്റെ അകത്ത് വേണം. 6 ടോയിന്റെ അകത്ത് വരും. കാരണം എന്താ? ഈ എക്സ് മൈനസ് 6 ഫൈനൈറ്റ് ആവുമ്പോഴാണല്ലോ ഈ 6 ബിലോങ്സ് ടു ടോ ആവുന്നത് അല്ലെ? അതായത് യു എന്ന് പറയുന്നതാണ് നമുക്ക് ടോയിന്റെ അകത്ത് വരണം എന്ന് പറയേണ്ടത്. ദാറ്റ് മീൻസ് എക്സ് മൈനസ് യു ഫൈനൈറ്റ് ആണെങ്കിൽ യു ബിലോങ്സ് ടു ടോ ആണ്. ഇൻ ദിസ് കേസ് 6 ടോയിന്റെ അകത്ത് വരണമെങ്കിൽ എക്സ് മൈനസ് 6 ഫൈനൈറ്റ് ആണോ നോക്കിയാൽ മതി. നമ്മൾ എടുത്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് ആർ, ദാറ്റ് ഇസ് empty. Empty set is always finite. അതിൽ എലമെന്റ്സ് ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് ട്രിവിയലി ഫൈനൈറ്റ് ആണ്. ദാറ്റ് മീൻസ് എക്സ് മൈനസ് യു ഫൈനൈറ്റ് ആണെന്ന് കിട്ടിയാൽ യു ബിലോങ്സ് ടു ടോ ആണ്. അതായത് ഈ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്ന യു ആണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതിന്റെ കോംപ്ലിമെന്റ് എം ടി സെറ്റ് ഫൈനൈറ്റ് ആയതുകൊണ്ട് ദിസ് സെറ്റ് ആർ അല്ലെങ്കിൽ ദിസ് ആർ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ബിലോങ്സ് ടു ദിസ് ടോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സ് എന്ന് പറയുന്ന എലമെന്റ് നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് കേട്ടോ. അതായത് ഞാനിപ്പം ആദ്യത്തെ കേസിൽ രണ്ടാമത്തെ എക്സാമ്പിളിൽ പറഞ്ഞപ്പം ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി എടുത്തത്. ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി എടുക്കുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ ഓപ്പൺ കവർ ആയിട്ട് -n എന്ന് പറഞ്ഞത്. ഇന്റർവെൽസ് ആണ് അവിടുത്തെ ഓപ്പൺ സെറ്റ് ആയിട്ട് വരിക. ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ കോഫൈനൈറ്റ് ടോപ്പോളജി പറഞ്ഞപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സെറ്റ് വേണം വിത്ത് കോഫൈനൈറ്റ് ടോപ്പോളജി പറയണം. ഏതെങ്കിലും ഒരു ആർബിട്രറി സെറ്റ്. അപ്പൊ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് വിത്ത് കോഫൈനൈറ്റ് ടോപ്പോളജി. അപ്പൊ അതിന്റെ ആ എക്സ് എന്ന് പറയുന്നത് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതാണ് ആർ എന്നുള്ളത്. ഇവിടെ ഏത് സെറ്റ് വേണമെങ്കിലും വരാം. അപ്പൊ അത് വിത്ത് റെസ്പെക്ട് ടു കോഫൈനൈറ്റ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ആ ടോപ്പോളജിന്റെ അകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ യു സച്ച് ദാറ്റ് എക്സ് മൈനസ് യു ഫൈനൈറ്റ് ആവണം, പിന്നെ എം ടി സെറ്റും വരണം. എം ടി സെറ്റ്, അതായത് ടോയിന്റെ അകത്ത് എം ടി സെറ്റും വേണം, കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആവുന്ന എലമെന്റ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതിലാണ് ഞാൻ കോഫൈനൈറ്റ് എന്ന് പറയുന്നത്. അതായത് ശരിക്കും നമ്മളിപ്പം ജനറൽ കേസിൽ ഈ ടോപ്പോളജിന്റെ അകത്ത് എക്സും ഫൈയും വരണം എന്ന് പറയണമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ടുള്ള എക്സും ഫൈയും വരണം എന്ന് പറയണല്ലോ. ഇപ്പൊ 5 ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഇതിലുണ്ടോ? എക്സ് ഇതിൽ ഉണ്ടാവണമെങ്കിൽ എക്സ് മൈനസ് എക്സ് ഫൈനൈറ്റ് ആയാൽ മതി അല്ലെ? എക്സ് ഈ ടോയിന്റെ അകത്ത് വരണമെങ്കിൽ എക്സ് മൈനസ് എക്സ് ഫൈനൈറ്റ് ആയാൽ മതി. കാരണം യു ടോയിന്റെ അകത്ത് വരണമെങ്കിൽ എക്സ് മൈനസ് യു ഫൈനൈറ്റ് ആയാൽ മതി. സിമിലർലി എക്സ് ടോയിന്റെ അകത്ത് വരണമെങ്കിൽ എക്സ് മൈനസ് എക്സ് ഫൈനൈറ്റ് ആയാൽ മതി. എക്സ് മൈനസ് എക്സ് ക്ലിയർലി ഫൈനൈറ്റ് ആണ്. കാരണം എക്സ് മൈനസ് എക്സ് മീൻസ് ദാറ്റ് ഈസ് എംപ്റ്റി സെറ്റ്. അത് ഫൈനൈറ്റ് ആണ്. സോ എക്സ് ഈസ് ക്ലിയർലി ആൻ എലമെന്റ് ഓഫ് ടോ എന്ന് പറയാം. ഇപ്പൊ ജനറൽ കേസിൽ തന്നെ നമ്മൾ ഏത് ഇൻഫൈനൈറ്റ് സെറ്റോ ഫൈനൈറ്റ് സെറ്റോ എന്തെടുത്താലും എക്സ് ക്ലിയർലി ബിലോങ്സ് ടു ദ കോഫൈനൈറ്റ് ടോപ്പോളജി ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇതൊരു കോമ്പാക്ട് സ്പേസ് ആണ്. സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു കോഫൈനൈറ്റ് ടോപ്പോളജി it is compact. കാരണം എന്താ? നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ടത് ഇത് കോമ്പാക്റ്റ് ആണെന്ന് പറയണം. ഇത് കോമ്പാക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ഏത് ആർബിട്രറി ഓപ്പൺ സെറ്റ് എടുത്താലും, ഏത് ആർബിട്രറി ഓപ്പൺ കവർ ഓഫ് എക്സ് എടുത്താലും എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന ആർബിട്രറി ഓപ്പൺ കവർ ആണ് കളക്ഷൻ യു ആൽഫ എന്ന് വിചാരിക്കാം. ബി ആൻ ഓപ്പൺ കവർ ഓഫ് എക്സ്. ഓക്കെ, അതായത് ഇതിന്റെ മീനിങ് എന്താ?
എക്സ് എന്ന് പറയുന്ന കളക്ഷൻ അതിനൊരു ഓപ്പൺ കവറാണ്, ഇങ്ങനെയുള്ള ഒരു കവറാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ ഞാൻ വരച്ചാൽ പോലും അത് മീനിങ്ലെസ് ആണ്. കാരണം ഇതിന്റെ അകത്ത് ഇത് ഇപ്പം ഇവിടെ വരുന്ന എലമെന്റ്സ് യു ആൽഫ 1 യൂണിയൻ യു ആൽഫ 2 യൂണിയൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യു ആൽഫ 1 എന്ന് പറയുന്നത് ഓപ്പൺ കവറിലെ എലമെന്റ് ആവുമ്പോൾ ഇത് ഓപ്പൺ ആണ്. ഇത് ഓപ്പൺ ഇൻ ടോ എന്ന് പറയുമ്പോൾ ടോയിലെ എലമെന്റ്സ് ഓൾറെഡി എങ്ങനെയാ ഒക്കർ ചെയ്യുന്നത്? ഇതിന്റെ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആവുന്ന രീതിയിലാണ്. ഓക്കെ, അതായത് എക്സ് മൈനസ് യു ആൽഫ 1 ഫൈനൈറ്റ് ആണ് എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ഈ ഡ്രോയിങ്ങിലും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിക്കോസ് ഒരു ഓപ്പൺ കവറിലെ എലമെന്റ് എടുത്താൽ അതിന്റെ കോംപ്ലിമെന്റിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉണ്ടാവുള്ളൂ. അത് ഞാനിപ്പം എക്സിലെ എലമെന്റ്സിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഇങ്ങനെ കുറെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്, അതിൽ കുറച്ച് എലമെന്റ്സ് ഈ ഭാഗത്തും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഓപ്പൺ സെറ്റ് വരക്കുമ്പോൾ എനിക്ക് എങ്ങനെ വരക്കാനേ പറ്റൂ? ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഒഴിവാക്കിയിട്ട് വരക്കാനേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഈ ഒരു പോർഷൻ യു ആൽഫ 1 ആണ്. ഓക്കെ, അതുപോലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഒഴിവാക്കി വരക്കുന്ന ഏത് സെറ്റ് എടുത്താലും അത് ഓപ്പൺ ആണ്. ഇവിടെ വേണമെങ്കിൽ ഈ ഒരു പോർഷൻ ഇത് എന്റെ യു ആൽഫ 2 ആണ്. ആ തരത്തില് ഇതിന്റെ കോംപ്ലിമെന്റിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വരാൻ പാടുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് കോമ്പാക്ട് ആണെന്ന് അപ്പൊ എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇതാണ് ഓപ്പൺ കവർ. ഓപ്പൺ കവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫൈനറ്റ്ലി മെനി എലമെന്റ്സ് ആ ഓപ്പൺ കവറിന്റെ അകത്തുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഞാൻ ജസ്റ്റ് ഒരു യു ആൽഫ 1 മാത്രം ചൂസ് ചെയ്യാന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ ഈ കേസിൽ നോക്കുമ്പോൾ ഇതിലെ എലമെന്റ്സ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. യു ആൽഫ 1 എന്ന് പറയുന്ന സെറ്റ് ആണ് ഇതെന്ന് വിചാരിക്കാം. യു ആൽഫ 1 ഓപ്പൺ ആയതുകൊണ്ട് ഇതിന്റെ കോംപ്ലിമെന്റ് പോർഷൻ ആണല്ലോ ഇത്. ഞാൻ ഈ കോംപ്ലിമെന്റ് എന്ന് പറയാൻ കാരണം എന്താ? ഇതാണ് എക്സ് മൈനസ് യു ആൽഫ എന്ന് പറയുന്നത് ഈ പോർഷൻ ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റിന്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ. ഈ കേസിൽ ഞാൻ 3 എലമെന്റ്സ് മാത്രമേ വരച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് ശരിക്കും ഈ ഒരു ഓപ്പൺ കവർ എന്ന് പറയുന്നത് യു ആൽഫ, ഇതാണ് നമ്മുടെ ഓപ്പൺ കവർ. അതിന്റെ അകത്തുള്ള ഒരു എലമെന്റ് ആണ് യു ആൽഫ 1, ഈ ഒരു സെറ്റ്. അപ്പൊ ഞാൻ ഇതില് യു ആൽഫ 1 യൂണിയൻ യു ആൽഫ 2 യൂണിയൻ എക്സെട്ര എന്ന് പറയുന്ന ആ കളക്ഷന്റെ അകത്തുനിന്ന് ജസ്റ്റ് യു ആൽഫ 1 സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഈ ഒരു എലമെന്റ് ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് അതിന് x1 എന്ന് കൊടുക്കുന്നുണ്ട്, x2 x3 എന്ന് കൊടുക്കുന്നുണ്ട്. ഈ എക്സിനെ കവർ ചെയ്യുന്ന ഓപ്പൺ കവർ ആണ് യു ആൽഫ എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും കുറെ എലമെന്റ്സ് വരുന്നുണ്ട്. യു ആൽഫ 2 എന്ന് പറയുന്ന ഇതില് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. യു ആൽഫ 2 വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ പിന്നെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷൻ ആണ് യു ആൽഫ 2 ആയിട്ട് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് യു ആൽഫ 3യിലാണ് ഈ ഒരു ഭാഗം വരുന്നതെന്ന് വിചാരിക്കാം. അതായത് ഇത്രയും ഭാഗം x3 മാത്രമേ അതിന്റെ കോംപ്ലിമെന്റിലുള്ളൂ എന്ന് വിചാരിക്കാം. ആൻഡ് ഈ യു ആൽഫ 4ല് ഞാൻ എടുക്കുന്നത് x3 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്നാൽ x1ഉം x2ഉം ഇല്ലാത്തൊരു പോർഷൻ, ഇതാണ് ഞാൻ യു ആൽഫ 4 ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? x1 എവിടെയുണ്ട്? x1 belongs to u alpha 2, x2 belongs to u alpha 3, x3 belongs to u alpha 4. അപ്പൊ നോക്കിക്കേ, ഈ ഒരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സിന്റെ യൂണിയന്റെ അകത്തുനിന്ന് ഞാൻ ജസ്റ്റ് യു ആൽഫ 1 യൂണിയൻ യു ആൽഫ 2 യൂണിയൻ യു ആൽഫ 3 യൂണിയൻ യു ആൽഫ 4 എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് സബ് കവർ ആയി. കാരണം എന്താ? യു ആൽഫ 1ന്റെ അകത്താണ് ആ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വരുന്നത്. അതിന്റെ പുറത്ത് ആകെ വരുന്നത് x1 x2 x3 എന്ന് പറയുന്ന പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ആ x1 x2 x3നെ കവർ ചെയ്യുന്ന രീതിയിൽ എനിക്ക് 3 കവേഴ്സ് മതി. ചിലപ്പോൾ x1ഉം x2ഉം ഒരു കവറിന്റെ അകത്ത് തന്നെ വരാം. എനിവേ നമുക്കൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് ഈ 3 എലമെന്റ്സിനെ കവർ ചെയ്യുന്ന മാക്സിമം 3 ഓപ്പൺ സെറ്റുകളും അതിന്റെ കൂടെ യു ആൽഫ 1ഉം എടുത്താൽ we will get a finite subcover for this open cover. അപ്പൊ എന്തായി? ഏത് ഇൻഫൈനൈറ്റ് സെറ്റ് വിത്ത് കോഫൈനൈറ്റ്
ഇൻഫൈനൈറ്റ് ടോപ്പോളജി എടുത്താലും അതൊരു കോമ്പാക്ട് സ്പേസ് ആണ്. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഒരു ഫൈനൈറ്റ് സെറ്റ് എല്ലായ്പ്പോഴും കോമ്പാക്ട് സ്പേസ് ആണ്. പക്ഷെ ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് യൂഷ്വൽ ടോപ്പോളജി ആണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് കോമ്പാക്ട്. കാരണം അതിനൊരു കവർ, ഓപ്പൺ കവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. -n where n belongs to n എന്ന് പറയുന്ന ഒരു ഓപ്പൺ കവർ ഉണ്ട്. ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഏത് ഇൻഫൈനൈറ്റ് സെറ്റോ ഏത് ആർബിട്രറി സെറ്റ് എടുത്താലും അത് ഫൈനൈറ്റ് ആവാം, ഇൻഫൈനൈറ്റ് ആവാം. ആ കേസിൽ ദിസ് വിത്ത് കോഫൈനൈറ്റ് ടോപ്പോളജി എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ക്ലിയർലി കോമ്പാക്ട്. അതാണ് ലാസ്റ്റ് പറഞ്ഞ കേസ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 എക്സാമ്പിൾ കിട്ടി. ഒന്ന് കോമ്പാക്ട് ആവുന്നത്, രണ്ടാമത്തത് കോമ്പാക്ട് ആവാത്തത്, മൂന്നാമത്തത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റിന് വേണമെങ്കിൽ കോമ്പാക്ട് ആവാം. കോമ്പാക്ട് അല്ലാത്തതിനും എക്സാമ്പിൾ ഉണ്ട്, കോമ്പാക്ട് ആവുന്നതിനും എക്സാമ്പിൾ ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം.